പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡിന്റെ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറായില്ല. ആ ഗട്ടറിൽ ഒരു ഓട്ടോറിക്ഷ വീഴുകയും ഓട്ടോറിക്ഷ യാത്രക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഒടുവിൽ നിവർത്തികെട്ട് ട്രാഫിക് പോലീസ് റോഡിലെ ആ കുഴി അടച്ചു. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അടൂരിൽ MC റോഡരികിലാണ്. അടൂർ ട്രാഫിക് പോലീസാണ് വാട്ടർ അതോറിറ്റി ഉപേക്ഷിച്ച റോഡിലെ ഈ ഗട്ടർ നികത്തിയത്. ആദ്യം അടൂരിലെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഗട്ടർ നികത്തുന്ന ദൃശ്യം ഒന്ന് കാണാം. അടൂർ MC റോഡിൽ നെല്ലിമുട്ടിൻ പടിക്ക് സമീപമാണ് ആ ഗട്ടർ ഉണ്ടായിരുന്നത്. ആ ട്രാഫിക് പോലീസ് ഇടപെട്ട് ആ ഗട്ടർ നികത്തി. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യം കാണാം. ഗട്ടർ ഒരുമാതിരി നികന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മോടൊപ്പം അടൂർ ട്രാഫിക് SI സുരേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഉണ്ട്. അന്ന് ആ ഓട്ടോറിക്ഷ യാത്രക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത് അല്ലേ? അതെ, യാത്രക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അദ്ദേഹം മരിച്ചാള് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു സംഭവിച്ചത്, അങ്ങനെയല്ലേ? അതെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് ഈ വാഹനത്തിൽ പോകുന്ന സമയമാണ് ഈ ഓട്ടോറിക്ഷ കുഴിയിൽ വന്ന് വീണ് അപകടം ഉണ്ടാകുന്നത്. അതിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. നിങ്ങൾ ഇതുവഴി സ്ഥിരം പട്രോളിങ്ങിന് പോകുന്നതാണ്. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുഴിയുള്ളതായിട്ട് അറിയാമായിരുന്നു. ഈ വാട്ടർ അതോറിറ്റിക്കാരുമായിട്ട് എപ്പോഴെങ്കിലും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നോ, ഇത് ഈ കുഴി അടയ്ക്കണം എന്നുള്ളത് സംബന്ധിച്ച്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തിരുന്നു. അവർക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ടല്ലോ, അത് നടപ്പാക്കാൻ വരാൻ താമസം എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു അപകടം ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരു മരണം സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ അത് പെട്ടെന്ന് തന്നെ ഈ കുഴി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തു എന്നുള്ളതാണ് ശരി. ഈ സാധാരണഗതിയിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിനായിട്ടൊരു കുഴി അവിടെ വന്നു കഴിഞ്ഞാൽ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് കുഴി സംഭവിച്ചാൽ ആ കുഴി നികത്തേണ്ട ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അത്രയും താമസം വരുന്നത്? അതിനെപ്പറ്റി അറിയത്തില്ല, കൂടുതലറിയില്ല. അതിനകത്ത് അവർക്ക് ഞാൻ ചോദിച്ചത്, നിങ്ങൾ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ അവരെന്ത് വിശദീകരണമാണ് നൽകാറ് സാധാരണ? അല്ല, ഞങ്ങൾ ഈ അപകടം ശ്രദ്ധയപ്പെട്ട ഉടൻ തന്നെ ഈ പറയുന്ന ബന്ധപ്പെട്ടവർക്ക് നമ്മൾ ലെറ്റർ കൊടുത്തിരുന്നു. അന്നേരം അത് നടപ്പാവാൻ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് കാലതാമസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ഈ കുഴി അടയ്ക്കാനുള്ള സംവിധാനം ചെയ്തത്. ആ കുഴി അടച്ചപ്പോൾ എത്ര രൂപ ചെലവ് വന്നു? അത് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല. അത് നമ്മൾ തന്നെ പണം മുടക്കി അല്ലേ? അതെ, നമ്മൾ തന്നെ നേരിട്ട് ഇടപെട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ വലിയ പ്രശ്നമില്ല? ഇല്ല, ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ കുഴി അടഞ്ഞ് ഇപ്പോൾ അപകടം കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പോൾ ഏതായാലും വാട്ടർ അതോറിറ്റി ഇനിയിപ്പോൾ ഇത് പോരല്ലോ, ഇനിയിപ്പം അത് വീണ്ടും ഇതേ റോഡിൻ്റെ ഇതേ നിലവാരത്തിൽ തന്നെ ചെയ്യണമെന്നാണല്ലോ നിയമം. അപ്പോൾ അത് ചെയ്തല്ലേ പറ്റുകയുള്ളൂ? അതെ, വീണ്ടും ഇവിടെ ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ചെയ്തൊക്കെയാണ്. ഇനി അത് ടാർ ചെയ്താൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. നല്ലപോലെ ടാർ ചെയ്താൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇതിപ്പോൾ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കുടിവെള്ളം ജനങ്ങൾക്ക് ആവശ്യമാണ്. ആ കുടിവെള്ള ലഭ്യതയ്ക്ക് വേണ്ടിയാണ് വാട്ടർ അതോറിറ്റി പലപ്പോഴും റോഡിനടിയിലുള്ള പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പുകളൊക്കെ ഇടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കുമ്പോൾ ആ റോഡ് ഏത് നിലവാരത്തിലായിരുന്നോ അതേ നിലവാരത്തിൽ വീണ്ടും അത് പണിഞ്ഞ് കൊടുക്കണം എന്നാണ് ചട്ടം. പക്ഷേ വാട്ടർ അതോറിറ്റി പലപ്പോഴും ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറില്ല. ഇപ്പോൾ അടൂർ ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇവിടെ താൽക്കാലികമായിട്ടെങ്കിലും ആ കോൺക്രീറ്റ് ചെയ്ത് കുഴി അടച്ചിരിക്കുന്നത്. അത് അതിനുള്ള പണം മുടക്കിയത് ആ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാട്ടർ അതോറിറ്റി കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ പലപ്പോഴും ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.